MBBS പഠിക്കുന്ന സമയത്ത് നല്ലൊരു അക്കാഡമിക് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് PG സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് പല രാജ്യങ്ങളിലും. ഇന്നെൻ്റെ കൂടെയുള്ളത് വിദേശത്ത് MBBS പഠിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോർജിയ, യൂറോപ്പ്, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ബുക്ക് മൈ മെഡിക്കൽ സീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സാരഥിയായിട്ടുള്ള അനൂപാണ്. അനൂപിനോട് ചോദിക്കാം, അബ്രോഡ് MBBSന് വേണ്ടിയിട്ട് എന്തെല്ലാം സർവീസുകളാണ് ചെയ്തു കൊടുക്കുന്നത്? MBBS വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് എങ്ങനെ അവർക്ക് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം, ഇതിലൂടെ അടുത്തൊരു 10-15 വർഷത്തേക്കുള്ള ഇവരുടെ കരിയർ ഇവർക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ വ്യക്തമായി കാണിച്ചു കൊടുക്കും. നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ NMC ഗൈഡ് ലൈനെ പറ്റി പൂർണ്ണമായിട്ട് അവെയർ ആയിരിക്കണം. ഇതിൽ കൂടാതെ നമ്മൾ വിദേശത്ത് ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് WFME WHO അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ഈ കുട്ടിക്ക് ഇവിടെ പഠിച്ചതിന് ശേഷം മറ്റെല്ലാ രാജ്യങ്ങളിലും തുടർന്ന് ഉപരിപഠനത്തിന് പോകാനോ ജോബ് ചെയ്യാനോ സാധിക്കത്തുള്ളൂ. അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. ഒരു മെജോറിറ്റി കുട്ടികളും പേരൻസും ടോട്ടൽ ബഡ്ജറ്റ് അറിയാതെയാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത്. MG കഴിഞ്ഞിട്ട് വിദേശത്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീണ്ടും ആ രാജ്യത്തേക്കുള്ള എലിജിബിലിറ്റി എക്സാംസ് എഴുതേണ്ട ആവശ്യമുണ്ട്.